ടിപിസി നമ്മള് കഴിഞ്ഞ തവണ ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 8-ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്. ഇന്ന് നമുക്ക് 9-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങയുടെ ഒരു ആമുഖത്തോടു കൂടി തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ 1 മുതൽ 8 വരെയാണ് ഭഗവത്ഗീതയില് കർമ്മയോഗം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എന്താണ് കർമ്മത്തിന്റെ പ്രാധാന്യം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമിംഗ് ഡ്യൂട്ടി. ആ ഡ്യൂട്ടി എന്ന് പറയുന്നത്, കർമ്മം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന റൊട്ടീൻ ആവശ്യമല്ല, അത് ജ്ഞാനവും കർമ്മവും ഒക്കെ ബന്ധപ്പെട്ട് ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ഒരു ആവശ്യകതയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അടുത്ത് വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ എന്താണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിനകത്ത് സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, എനിക്ക് വേണ്ട ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എങ്ങനെ കർമ്മത്തെ എത്തിക്കാം എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ആ ഫലമുമായിട്ട് ഒരു വല്ലാത്ത സംഘമുണ്ടായിട്ടല്ല, ലോകോപകാരമായിട്ടുള്ള കർമ്മങ്ങൾ. എൻ്റെ കർമ്മബന്ധം എന്ന് പറയുന്നത്, എൻ്റെ ജ്ഞാനകർമ്മം എന്ന് പറയുന്നത്, ജ്ഞാനവും കർമ്മവും ചേർന്നിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാണോ എന്നിൽ കിടക്കുന്ന എൻ്റെ സ്വാർത്ഥത ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, അത് ജ്ഞാനത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് വളരെ പ്രഗത്ഭമായ, സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു ഭാഗമല്ല, വലിയ ഒരു ഔന്നിത്യത്തിലുള്ള ചിന്തകളോടുകൂടി എങ്ങനെയാണ് എനിക്ക് യോഗ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. സംഘം തെക്വ എന്നുള്ള വാക്കാണ് അതിനകത്തൊക്കെ. അങ്ങനെയാവുമ്പോഴാണ് നമുക്ക് സമത്വത്തിലേക്ക് എത്താൻ പറ്റുക. അങ്ങനെയാണ് യോഗ ഉച്ചതേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റുക. ഈ അവസ്ഥയാണ് അടുത്ത് വരാൻ പോകുന്ന കുറേ ശ്ലോകങ്ങൾ. അത് 9 മുതൽ ഒരു 15-16 വരെയൊക്കെയാണെന്ന് തോന്നുന്നു. എത്തുമ്പോൾ നമുക്കറിയാം. 15-16 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇതാണ് കണ്ടന്റ്. നമ്മുടെ കർമ്മം എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഔന്നത്യത്തിലേക്ക് എത്താൻ സാധിക്കും, എങ്ങനെയാണ് ഭാവം മാറ്റി ദേവഭാവം ഉണ്ടാക്കി ചേർക്കാൻ പറ്റുക. അത് നമ്മുടെ ഭോഗമല്ല, ഭഗവാനാണ് നമ്മുടെ മുന്നിൽ വേണ്ടതെന്ന് അർത്ഥം. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ഭോഗം വരുന്ന സമയത്ത്, ഇതിന്റെ അറിയാതെ പറഞ്ഞു പോയത്, ഭോഗം വരുന്ന സമയത്ത് നമ്മൾ ഇറിറ്റേറ്റീവ് ആവും. ഓക്കെ, അപ്പൊ ആ ഒരു ഇറിറ്റേഷനിൽ നിന്ന് മെഡിറ്റേഷനിലേക്ക് എങ്ങനെ പോവാം? അപ്പൊ ഇറിറ്റേറ്റീവ് ആവുള്ള മനുഷ്യന് ഒരു കർമ്മം ചെയ്യുന്ന വളരെ ഇറിറ്റേറ്റീവ് ആണ്. എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പാപകർമ്മങ്ങളാണ്, അവരുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ആലോചിക്കുന്നതിന് പകരം അത് എങ്ങനെ ഹൈലി സ്പിരിച്വൽ ആക്കാൻ പറ്റും, ഹൗ ഡു യു മേക്ക് ഇറിറ്റേഷൻ ടു മെഡിറ്റേഷൻ എന്നാണ് ഈ ഒരു ക്ലാസിന്റെ ഒരു പ്രത്യേകത. എനിക്ക് വളരെ ഭയങ്കര ഒരു ഫ്രേസ് ആണ് കേട്ടോ അത്, ഇറിറ്റേഷൻ ടു മെഡിറ്റേഷൻ. ഭയങ്കര നല്ല. 9-ാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ. ചൊല്ലട്ടെ ടിപിസി? ഓ, കൃഷ്ണ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചരഃ. വളരെ ക്ലിയർ ആണ്. യജ്ഞാർത്ഥാത്, യജ്ഞകർമ്മമായിട്ട് കാണണം, ഇതൊരു സാക്രിഫൈസ് ആയിട്ട് കാണണം. യാഗയജ്ഞ കർമ്മങ്ങളാണ് ഭാരതീയ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത്. അത് ഞാൻ ഭക്ഷണം കഴിക്കുന്നതും യജ്ഞമാണ്. അത് എന്തിനു വേണ്ടി കഴിക്കുമ്പോൾ, എനിക്ക് ദഹിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കഴിക്കുന്നത്, എനിക്ക് ബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കഴിക്കുന്നത്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം യജ്ഞത്തിന് കൊടുക്കുന്ന ഹവിസ്സായിട്ട് ഞാൻ കണ്ടുകൊണ്ട് അത് എന്നിലേക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ചിന്ത കൊണ്ട് എനിക്ക് കർമ്മം ചെയ്യാനുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള കർമ്മം ചെയ്യാനുള്ള, സാധാരണ നോർമൽ കർമ്മല്ല, വളരെ ക്രിയേറ്റീവായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ചിന്തകൾ ഉണ്ടാക്കുന്ന, ഹൈലി ഫിലോസഫിക്കൽ ആയിട്ടുള്ള, ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ കൊണ്ടു നടക്കുന്ന സുദർശന യന്ത്രമാണല്ലോ, അല്ലെങ്കിൽ അത് വെപ്പണാണെന്ന് പറയാം. ഞാൻ യന്ത്രം എന്നാ പറയാം, ചിലർ പറയാ അതിനെ വെപ്പണാന്ന് പറയാം, ആയുധമാണ്. ആ ആയുധം എന്ന് പറയുന്ന സുദർശനം എന്നിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ ആ സുദർശനം, നല്ല ദർശനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാവണം എൻ്റെ ഭക്ഷണം. അതും യജ്ഞകർമ്മമാണ്. അപ്പൊ എന്ത് കർമ്മമാണോ ഞാൻ ചെയ്യുന്നത് അത് യജ്ഞ അർത്ഥമായിട്ട് കാണണം. അത്തരം കർമ്മങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര. എന്ത് രസകരമായിട്ടുള്ള വാക്കാന്ന് ഓർത്തു. അതാണ് ഞാൻ പറഞ്ഞത്.
ഹൗ ഡു യു മേക്ക് ദിസ് സ്പിരിച്വൽ, കുറച്ചും കൂടി സാക്രിഫൈസ് ആക്കിയിട്ട് മതി. അതല്ലെങ്കിൽ ഓരോ ചെയ്യുന്ന കർമ്മങ്ങളും നമ്മൾ ദയോടുകൂടി, ഭക്തിയോടുകൂടി, ഡിവോഷനോടുകൂടി ഉള്ള ആക്ഷനാണ്. അതല്ലാതെ വരുന്ന സമയത്ത് ആ ആക്ഷത്തിന് അത് എന്ത് വേണം? ലോകോയം കർമ്മബന്ധന, ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് ലോകത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക്കും ആവാം, പക്ഷെ എന്റെ മെറ്റീരിയലിസ്റ്റിക് എനിക്ക് സെൽഫിഷ് അല്ല, ബാക്കിയുള്ള എല്ലാ ജനങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന തരത്തില് കർമ്മബന്ധന, അതിൽ വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോയിൻ ചെയ്ത് അതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തദർത്ഥം കർമ്മ കൗന്ദേയ, അതാണ് നമ്മൾക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. അങ്ങനെ ആവണം കൗന്ദേയ തദർത്ഥം ഏ അർജുന. അതിനാൽ താൻ ചെയ്യേണ്ട കർമ്മം എന്താണ്? മുക്തസംഗ കർമ്മം. അതാണ് അതിന്റെ ക്രക്സ്. മുക്തസംഗം, അത് ബോണ്ടേജ് ആയിട്ട് മാറിയിട്ട് ഞാനിത് ചെയ്താൽ ഇന്നവർക്ക് ധരിക്കാതെ എല്ലാവർക്കും എന്ന് വെച്ചാൽ കോമൺ കോസ്. അതിനകത്ത് ചില ഫിൽട്ടർ ചെയ്ത് കളയേണ്ട ചില ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെ ഉപദ്രവിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഫോർ എ ലാർജർ കോസ് എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സമൂഹത്തിനും ഗുണമുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഘരഹിതനായിട്ട്, ഏത് സംഘം? വളരെ ചെറിയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ വലിയൊരു കമ്മ്യൂണിറ്റിയെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ വരരുതെന്നർത്ഥം. അതാണ് ഭാരതീയ ശാസ്ത്രവും സനാതനധർമ്മവും. നമുക്ക് ചെറിയ കമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആ കമ്മ്യൂണിറ്റിയെ നിഷ്കാസനം ചെയ്യണം എന്നുള്ളതാണ് ഈ മുക്തസംഘ കർമ്മ സമാചര. നന്നായി ചെയ്താൽ ആ കർമ്മം വലിയ കുറെ സമൂഹത്തിൽ ഗുണം ചെയ്യുന്നവർക്ക് ഗുണപരമായിട്ട് മാറുന്നതാണ്. ഇത് തന്നെയാണ് പിന്നെ മുമ്പുള്ള ശ്ലോകത്തിലൊക്കെ നമ്മൾ പറയുന്ന മാശുച എന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വച അഹന്ത്വ സർവപാപിഭ്യോ മോക്ഷയിഷ്. അത് കാരണം മോക്ഷം ആർക്കാണ്? ദുഃഖമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഏത് ദുഃഖം അത് ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ സംഘമാണ്. അതുകൊണ്ട് മുക്തസംഘ സമാചരം. ഇതേ വാക്കാണ് അവസാനം 66ാമത്തെ ശ്ലോകത്തിൽ 18ാം അധ്യായത്തിൽ പറയുന്നത്. ഈ മുക്തസംഘമാണ് തന്റെ കുഴപ്പം. ചെറിയൊരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവര് തെറ്റായ ഭാഗത്ത് നിൽക്കുകയാണെങ്കിലും നമ്മുടെ ആളല്ലേ എന്ന് വിചാരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യും. ഇത് പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ ആളല്ലേ എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് പാടില്ല. അത് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. ഇപ്പൊ മഹാഭാരത യുദ്ധം ശരിക്കും പറയുന്നത് ഒരേ കമ്മ്യൂണിറ്റിയാണ്, ഒരേ ജാതിപ്പെട്ടിട്ടുള്ളവരാണ്, ഒരേ വീട്ടിലാണ്, എന്ന് വെച്ചാൽ ഒരേ പാർട്ടിയിലാണ്, ഇന്നത്തെ അവസ്ഥയിലാണ്. പക്ഷെ ആ പാർട്ടിയിൽ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 5 പേരാണ് വളരെ പവർഫുൾ ആയിട്ടുള്ളവര്. അവര് ധർമ്മത്തിന്റെ ഭാഗത്താണെങ്കിൽ ബാക്കിയുള്ള 100 മണ്ടന്മാരെ നമ്മൾ അടിച്ചമർത്തി കൊന്ന് നശിപ്പിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല, 5 ആള് നന്നായിട്ടുണ്ടായാൽ മതി. അത് ചെയ്യുന്നതൊക്കെ ലോക സമൃദ്ധിക്ക് വേണ്ടിയിട്ടാവണം. അതാണ് കർമ്മം വേണ്ടത്. ഇത് വളരെ നന്നായിട്ട് നമ്മൾ അറിയണം. നമ്മൾ ഈ മഹാഭാരതം പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ തുറകളിൽ നമുക്ക് ഉപയോഗിക്കാൻ നോക്കിയാൽ എല്ലാ തുറകളിലും ഉപയോഗിക്കാം. അത് ഏതാണോ ധർമ്മം, ആ ധർമ്മത്തിന്റെ ഭാഗത്ത് മുക്തസംഘ, ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ് എന്നാണ്, ഫ്രീ ഫ്രം ബോണ്ടേജ് എന്നാണ്. അറ്റാച്ച്മെന്റ് അല്ല, സംഘം എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചത്. സംഘം തെക്വ എന്ന് പറഞ്ഞ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആ സംഘമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ദുഃഖിതനാവാൻ കാരണം തന്നെ അമിതമായിട്ടുള്ള എൻ്റെ ഒരു അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ് അല്ല, ബോണ്ടേജ് ആണ്. ആ ബോണ്ടേജിൽ നിന്ന് മാറണം. അങ്ങനെ മാറുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇത് പല ശ്ലോകങ്ങളിലും കാണാം. 2ാമത്തെ അധ്യായത്തിലെ 48ാമത്തെ ശ്ലോകം ഞാൻ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വേണ്ടവർക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 5ാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകമുണ്ട്, 18ൽ 6 ഉണ്ട്, 18ൽ 9 ഉണ്ട്. ഇവിടെയൊക്കെ കർമ്മസന്യാസ യോഗം, സംഖ്യായോഗം, മോക്ഷസന്യാസ യോഗം, ഈ എല്ലാ തുറകളിലും സംഘം തെക്വ സംഘം തെക്വ സംഘം തെക്വ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യോഗസ്ഥ കുരു കർമാണി സംഘം തെക്വ ധനഞ്ജയ സിദ്ധ്യ അസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. സംഘം തെക്വം ചെയ്താലേ യോഗ ഉച്യതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറം എങ്ങനെ പറയേണ്ടത്? അത് തന്നെ പിന്നെ കർമ്മത്തിൽ വരുമ്പോഴും പറയുന്നു, ജ്ഞാനത്തിൽ വരുമ്പോഴും പറയുന്നു. ഇത് മാത്രം വെച്ചിട്ട് കുറെ മണിക്കൂറുകൾ പറയാം, പക്ഷെ നമ്മൾ പോയാൽ മുന്നോട്ട്. തീർച്ചയായിട്ടും യജ്ഞാർത്ഥാത് എന്നുള്ളതിന് ഇത്രയധികം ആഴത്തിലൊരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതായത് എല്ലാ കർമ്മത്തിലും നമ്മൾ ഭഗവാനെ കൂട്ടിച്ചേർത്ത് എല്ലാത്തിലും ഈശ്വരനെയും കൂടെ ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ ആ ഒരു മുക്തകർമ്മമായി മാറി അല്ലേ. നമ്മുടെ ഒരു സ്വാർത്ഥതയിൽ നിന്ന് ഈശ്വരനെ ചേർക്കാം. അങ്ങ് പറഞ്ഞു വലിയൊരു കോസിന് വേണ്ടി ചെറിയൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെതിരെ നിൽക്കുന്നവരെ നിഷ്കാസനം ചെയ്യുന്നതും ധർമ്മമാണ്. അതായത് ഒരു രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഏതാനും
ശത്രുക്കളെ നമ്മുടെ ധീര ജവാന്മാർക്ക് ഇല്ലാതെയാക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഒരു ശരീരത്തെ രക്ഷിക്കാൻ ചിലപ്പോൾ ഒരു ഭാഗം മുറിച്ചു കളയേണ്ടതായിട്ട് വരുന്നുണ്ട് ജീവൻ രക്ഷിക്കാൻ. അതുപോലെ ആണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വളരെ മനോഹരമായിട്ട് ബ്രഹ്മാവ് നമ്മളെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതും ബ്രഹ്മകർമ്മ സമാധിനാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ബ്രഹ്മകർമ്മ സമാധിനാണ്. നമ്മൾ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നത് പോലും ബ്രഹ്മകർമ്മമായിട്ട് കരുതണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ 9ാമത്തെ അധ്യായത്തിലൊക്കെ വരുമല്ലോ. തീർച്ചയായിട്ടും ആ ഹവിസ് നമ്മൾ ബ്രഹ്മകർമ്മമായിട്ടാണ്. നമ്മളെ ഭഗവാൻ ഉണ്ടാക്കിയതും ബ്രഹ്മാവ് ഉണ്ടാക്കിയതും ഒരു സാക്രിഫൈസിന്റെ ഭാഗമാണ്. അപ്പൊ ആ കർമ്മം നന്മ ഉണ്ടാവുമ്പോഴാണ് നന്മയിൽ ഉണ്ടായി മാറുക. ആ ശുദ്ധത നമുക്ക് ഉണ്ടാവണം എല്ലാ കർമ്മങ്ങളിലും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്ഷണം കഴിക്കുന്നത് മുതൽ എന്ത് കർമ്മമാണെങ്കിലും അവിടെയെല്ലാം ഭഗവാന്റെ ഒരു സാന്നിധ്യത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മം അല്ലാതെയായിട്ട് മാറുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എളുപ്പം തോന്നുന്നത് അല്ലെ. കർമ്മയോഗത്തിനെ കൊണ്ടുപോകാൻ എല്ലാത്തിലും ഭഗവാന്റെ ഒരു ചിന്തയോടുകൂടി ചെയ്യുമ്പോൾ അത് മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമല്ല ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മകർമ്മമായിട്ട് കരുതിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അത് എന്നെ ക്രിയേറ്റീവ് ആക്കാനാണ്, എനിക്ക് ഡൈജസ്റ്റ് ചെയ്തിട്ട് മസിൽ ഉണ്ടാക്കാനല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മസിൽ ഉണ്ടാക്കാനല്ല, ആരോഗ്യം ഉണ്ടാക്കാനല്ല, എന്നെ ഉചിതമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് തരുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ള ബോധത്തോടു കൂടി കഴിച്ചാൽ മതി. ആ ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം. ഭയങ്കര വലിയൊരു വിവരണമാണത്. ഭയങ്കര നന്നായിട്ടുണ്ട്. അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 3ാം അധ്യായം കർമ്മയോഗത്തിലെ 10ാമത്തെ ശ്ലോകത്തിലോട്ട് കടക്കുകയാണ്. ചൊല്ലട്ടെ ടിപിസി. സഹ യജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്വ മേഷവോസ്തിഷ്ഠ കാമദുഗ്. ഇതിൽ ഭഗവാൻ പൂർണ്ണമായിട്ടും തേർഡ് പേഴ്സൺ ആയിട്ടാണ് പറയുന്നത്. ഞാനൊന്നും അല്ല ഇത് പറയണമെന്നാണ്. സൃഷ്ട്വാ ഉവാച എന്നാണ്. അങ്ങനെ പറഞ്ഞു എന്ന് ആര് പറഞ്ഞു? പണ്ടാരോ പറഞ്ഞ പോലെയാണ്. പണ്ട് പ്രജാപതി യജ്ഞത്തോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്നു എന്നാണ്. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ആലോചിച്ചൊക്കെ ഭഗവാൻ എത്ര ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നതെന്ന്. അത് ഒരു ലോകതത്വം പോലെയാണ്. അത് അങ്ങനെ നടക്കുന്നതാണ്. ഞാൻ ഉണ്ടായിട്ട് നടന്നൊന്നല്ല, ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ്. പണ്ട് പ്രജാപതി യജ്ഞത്തോടുകൂടിയാണ് പ്രജകളെ സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യന്മാരെയും സൃഷ്ടിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രഹ്മാവ് യജ്ഞം ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഭഗവാൻ ഇവിടെ പറയാണ്. പിന്നെ ആ ബ്രഹ്മാവ് ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യനെ നമ്മൾ സർവൈവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഭക്ഷണം കഴിക്കുന്നതും ഒരു യജ്ഞകർമ്മമായിട്ട് മാറുന്നു. ആലോചിച്ചൊക്കെ, സൃഷ്ടിക്കുന്നതും യജ്ഞകർമ്മം, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും യജ്ഞകർമ്മം, അങ്ങനെ ചെയ്യുന്നതൊക്കെ യജ്ഞകർമ്മമായിട്ട് കാണാൻ സാധിക്കുന്നത് അനേന പ്രസവിഷ്യധ്വം. അങ്ങനെ ഒരു മനുഷ്യന് അനേന ഈ യജ്ഞഭാവത്തോടുകൂടി നിങ്ങൾ എന്തു ചെയ്യും? പ്രസവിശുദ്ധം വിശ്വധ്വം, ഉന്നതിയിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരു നിങ്ങൾ ആരായിട്ട് മാറും? അവസാനം നിങ്ങളുടെ ഓരോ ഇഷ്ടവും ഏഷവോ അസ്ഥി ഇഷ്ട കാമ ദുഃഖ് എങ്ങനെയായിട്ട് മാറും? കാമധേനു കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഓരോ ഇഷ്ടങ്ങളും നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് തരുന്ന കാമധേനുവായിട്ട് മാറും എന്നാണ്. അതാണ് കാമദുഃഖ് എന്നുള്ളതിന്റെ അർത്ഥം. ആ കാമദുഃഖ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാമധേനുവായിട്ട് നമ്മൾ പറയാറില്ലേ സാധാരണ. എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളത് വിചാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കാമധേനുവായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന ഒരു കാമധേനുവായിട്ട് മാറാനുള്ള ഒരു കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഏത് വിധത്തിൽ ചെയ്താല്? ചെയ്യുന്ന കർമ്മത്തിന് അതിൻ്റെതായ ഒരു പ്രാവീണ്യമുള്ള ബ്രഹ്മകർമ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രജാപതി സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിന്റെ ഏത് മനസ്സോടുകൂടിയാണോ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഏത് മനസ്സോടുകൂടിയാണോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, ആ എനർജിയും ആ ഉന്മേഷവും എൻ്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളും എങ്ങനെയാവണം? കാരണം സൃഷ്ടിച്ചിട്ടുള്ളതും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതും ഒക്കെ അതാണെങ്കിൽ അതിന്റെ ഗുണം കാണിക്കേണ്ട എൻ്റെ കർമ്മത്തിന്. നല്ല കമ്പനിയാണ് കാറ്, അതിലൊഴിക്കുന്ന പെട്രോൾ ആണെങ്കിലും പിന്നെ ഒക്കെ ബെസ്റ്റ് പെട്രോൾ, അതിലുപയോഗിക്കുന്ന പിന്നെ ബാറ്ററി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് പണി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ആവശ്യത്തിന് സൃഷ്ടിച്ച് തന്നിട്ടുണ്ട് മനുഷ്യന്.
ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, എല്ലാ ശരീരത്തിലുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതില് നല്ല ഭക്ഷണവും ഭഗവാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കഴിക്കാനുള്ള സമൃദ്ധമായ നാഷണൽ നാച്ചുറൽ റിസോഴ്സ് നമ്മുടെ ഭൂമിയിൽ ഉണ്ട് നമുക്ക് ചുറ്റും. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെ മഹാബദ്ധായ എന്ത് ചെയ്യും? അതുകൊണ്ടല്ലേ പലപ്പോഴും പറയുമ്പോൾ നമ്മൾ അന്ന ഭക്ഷണം കഴിച്ച ആരും ഇങ്ങനെ പറയില്ല എന്നൊക്കെ പറയില്ലേ? ഇത് പറയുന്നൊക്കെ ഇതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. ഇതാണ് സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിശുദ്ധം യേശവോ അസ്തിഷ്ട കാമദുഃഖ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്നായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്, നല്ല ഭക്ഷണം തിന്ന് നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന കർമ്മം മോനെ നിന്റെ കുലം പറയിപ്പിക്കുന്ന പണിയാ ചെയ്യണം. അതുകൊണ്ട് അർപ്പണബോധത്തോടുകൂടി, ത്യാഗമനോഭാവത്തോടുകൂടി, എല്ലാ യജ്ഞഭാവനയും വെച്ച് പ്രപഞ്ചത്തെ നമ്മൾ എങ്ങനെയാണോ ഭഗവാൻ സൃഷ്ടിച്ച് നമ്മുടെ മുമ്പിൽ തന്നത്, എന്റെ ജന്മം എങ്ങനെയാണോ എനിക്ക് തന്നത്, അതുപയോഗിച്ചിട്ട് എൻ്റെ ജീവിതത്തെ എങ്ങനെ എനിക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക്, തുര്യാവസ്ഥ എന്നൊക്കെ പറയുന്നത്, ആ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ, എൻ്റെ യജ്ഞ മനോഭാവത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ലോകത്തോടൊപ്പം എനിക്ക് എന്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ അതൊക്കെ കാമധേനു തരുന്നത് പോലെ, അതേതാണോ എനിക്ക് ആവശ്യം, എനിക്ക് കവിത്വമാണോ ആവശ്യം അത് തരും, എനിക്ക് ആവിഷ്കാരത്തിനുള്ള കഴിവാണോ വേണ്ടത് അത് തരും, ഇങ്ങനെ എനിക്ക് ധനമാണോ വേണ്ടത് അത് തരും, എന്താണോ കാമധേനുവിനോട് ഞാൻ ചോദിക്കുന്നത് അതൊക്കെ എനിക്ക് തരുന്ന അവസ്ഥ, ചോദിക്കാതെ തന്നെ എനിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കർമ്മം അങ്ങനെയൊക്കെ ആവട്ടെ. എൻ്റെ ചെറിയ ചിന്തകളിൽ അനാവശ്യമായ ചിന്തകൾ വെച്ച് പൊല്യൂട്ട് ചെയ്തിട്ട് എൻ്റെ ബ്രഹ്മാവ് തന്നിട്ടുള്ള ഈ ജന്മം നശിപ്പിക്കാതിരിക്കണം. അതുകൊണ്ട് തൻ്റെ ജന്മത്തിൽ തനിക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, അത് ചെയ്യാൻ മുന്നോട്ട് വരിക, സങ്കടപ്പെട്ടിരിക്കരുത്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ പാടില്ല. കാരണം ആ ചിന്തകൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്, നന്മ ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളവരാണ് ഭഗവാൻ. അതിനുള്ള നല്ല ഭക്ഷണമാണ് നമുക്ക് ചുറ്റും തന്നിട്ടുള്ളത്. അതൊക്കെ കഴിച്ച് യജ്ഞകർമ്മമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ആ യജ്ഞകർമ്മം ചെയ്യാത്തവർക്കാണ് ഈ ബന്ധനം ഉണ്ടാവുന്നതും, ബന്ധം എന്ന് പറയുന്നത് വലിയ ബന്ധനമായി മാറിയിട്ട്, എന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു, ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു, ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്തു, അപ്പ അങ്ങനെ ചെയ്തു, ഇപ്പ ഇങ്ങനെ ചെയ്തു, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. എപ്പോ ഇന്ന് ഞാൻ ചെയ്യുന്ന കർമ്മം ഒരു ഈശ്വരാർപ്പണമാണ്, എൻ്റെ ബുദ്ധി അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ്, എൻ്റെ ബുദ്ധിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും വരരുത്. അങ്ങനെ വരുന്ന സമയത്തെ എൻ്റെ കർമ്മത്തിലും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണെന്ന് തോന്നാതെ, ഇതെനിക്ക് വരാനുള്ളതാണെങ്കിൽ വരും, കാമധേനു എല്ലാം എനിക്ക് തരും എന്നുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയാണ് ഭഗവാനെ നമ്മൾ കാണേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ടിപ്പേശി 10ാമത്തെ ശ്ലോകം വിവരിച്ചപ്പോഴാണ് സത്യത്തിലെ അപകർഷതാബോധം തോന്നാണ്. കാര്യം അല്പവിശ്വാസികളാണ് നമ്മളൊക്കെ എന്ന് തോന്നിപ്പോയി ഒരു നിമിഷം. അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദി ദൈവതം വിഗ്രഹം സ്വൽപബുദ്ധീനാം സർവത്ര വിധിതാത്മനാം എന്നാണ്. അഗ്നിയിൽ ഭഗവാനെ കാണുന്നവര് ബ്രാഹ്മണന്മാരും. ഇതിൽ പറയുന്നത് നിങ്ങൾ ഋഷിക്ക് തുല്യമാവും, യോഗിക്ക് തുല്യമാവും എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് സ്വാമിമാരെയും സന്യാസിമാരെയാണ്. അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദി ദൈവതം, എൻ്റെ ഹൃദയത്തിനുള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചിന്തകളിൽ ഒരു പൊല്യൂഷൻ പോലും ഇട്ട് കഴിഞ്ഞാൽ ആ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ് ഞാൻ മോശമാക്കുന്നത്. അതുകൊണ്ട് കളങ്കമില്ലാതെ ചിന്തകൾ. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ലക്ഷ്മി പറയുമ്പോഴും അത് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറ്റിയിട്ട് എന്നെ പൊല്യൂട്ട് ചെയ്യാൻ എനിക്ക് തയ്യാറല്ല. കാരണം എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാന് നല്ല സീറ്റ് കൊടുക്കുക, നല്ല സ്ഥലം കൊടുക്കുക, നന്മ ഉണ്ടാക്കി കൊടുക്കുക, നല്ല വാസനകൾ കൊടുക്കുക, നല്ല വാക്കുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഡോക്ടർ TPSന്. പക്ഷെ അവിടെ നിന്നും നമ്മൾ കുറേ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ട് കുറേ ധ്യാനങ്ങൾ ചെയ്തിട്ടാണ് ചിന്തിക്കാൻ. നാളെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇതിന്നൊക്കെ മാറിപ്പോവാം. പക്ഷെ ആ ഒരു ചിന്ത പറ്റുന്നതും ഒഴിവാക്കാൻ. ഇപ്പൊ നമ്മൾ എത്രയോ ആയി ഡിസ്കസ് ചെയ്യുന്നു, എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് പറയുന്ന സമയത്ത് അതിനോട് ഞാൻ കൂട്ടുപിടിക്കാൻ നോക്കുന്നില്ല, ഇല്ല, അതിനെ നമ്മൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുക. ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ഇരിക്കുമ്പോഴാണ് മുനീനാം ഹൃദി ദൈവതം, ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന ചിന്തകളോടുകൂടി ആ ഒരു അവസ്ഥയിൽ പോകുമ്പോഴേ നമുക്ക് അങ്ങനെ സാധിക്കുള്ളൂ. വിഗ്രഹം സ്വൽപബുദ്ധിനാം, സ്വൽപബുദ്ധികളാണ് കാണുന്ന ക്ഷേത്രത്തിലൊക്കെ തെണ്ടി നടന്നിട്ട് എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഞാനാണ് ഇപ്പൊ ഭഗവാനെ രക്ഷിക്കുന്നത്, നമ്മളല്ല ഭഗവാനെ രക്ഷിക്കുന്നത്.
എന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ഞാൻ രക്ഷിക്കുന്നില്ല, അതിന് യഥാർത്ഥ സ്ഥാനം കൊടുക്കുന്നില്ല, സ്ഥലം കൊടുക്കുന്നില്ല, അതിന് ശുദ്ധത കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് എങ്ങനെയാ ഭഗവാൻ കേൾക്കുക? അതുണ്ടാവില്ല. വിഗ്രഹം സ്വല്പബുദ്ധിന സർവത്ര വിദിതാത്മനാം. ബാക്കിയുള്ളവരിലും അതുണ്ട്, പക്ഷെ അവർക്ക് കാണാതെ പോയിട്ടുണ്ടാവും. അത് ഒന്ന് തുറന്നു കൊടുക്കാൻ നമുക്ക് ഉണ്ടാവുന്ന ഒരു അവസരം നശിപ്പിക്കരുതേ എന്നേ പ്രാർത്ഥനയുള്ളൂ. അതെല്ലാവർക്കും ഉണ്ട്. ഈ ജന്മത്തിലില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഉണ്ടാവും. കുറേ ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടാവും. ഇനി അത് പുറത്തെടുക്കാൻ സാധിക്കാത്തവരുണ്ടാവും. അവർക്കൊക്കെ ഉണ്ടായിക്കോട്ടെ. ആ ജന്മം കൊണ്ട്, ചെറിയ പ്രായത്തിലുള്ളതോ അവരുടെ സിറ്റുവേഷൻ കൊണ്ടോ ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോഴെങ്കിലും അതിന് ബോധം വരുന്നു വിചാരിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് കിട്ടിയില്ല എന്ന് വിചാരിക്കട്ടെ, കുഴപ്പമില്ല. അടുത്ത ജന്മത്തിലെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്രയെങ്കിലും നമുക്ക് പറ്റുള്ളൂ. കർമ്മം എന്ന് കരുതിയത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് ബുദ്ധിയിൽ നിന്നാണ് നമ്മുടെ കർമ്മം തുടങ്ങുന്നത്. ബുദ്ധിയിൽ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ആവശ്യമില്ലാത്തൊരു തോട്ട് വരുമ്പോഴല്ലേ, ഒരു ചിന്ത വരുമ്പോ തന്നെ അവിടെ വെച്ച് അതിനെ കട്ട് ചെയ്യുന്നതും യജ്ഞാർപ്പണം തന്നെയാണ്. യജ്ഞചിന്തയോടുകൂടി തന്നെ ജീവിക്കണം എന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് സത്യത്തില് ഒരു പുനർചിന്തനം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് വളരെ ഷോർട്ട് ടേം പ്രോഫിറ്റ് ആണ്. നമുക്കൊരു സന്തോഷം, സമാധാനം കിട്ടും. ആരെങ്കിലും വഴക്ക് പറയും, എന്തോ സുഖമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ, അയ്യോ വേണ്ടായിരുന്നു എന്ന് മനുഷ്യനാണെങ്കിൽ തോന്നുമെന്നാ പറയാം. പക്ഷെ അത് തോന്നാനുള്ള സമയം കൊടുക്കാതെ പിന്നെ നെഗറ്റീവ് പിന്നെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള ആ ഒരു സ്വത്വത്തെ കാണാൻ സാധിക്കാതെ പോവുകയാണ്. അപ്പൊ പരമമായ ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് മനുഷ്യന്റെ ലക്ഷ്യം. സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യം, മോക്ഷമാണ്. താൽക്കാലികമായിട്ടുള്ള സുഖമല്ല നമ്മുടെ ലക്ഷ്യം, പെർമനന്റ് സുഖമാണ്. ആർക്കെങ്കിലും താൽക്കാലികമായിട്ട് ജോലി വേണോ, പെർമനന്റ് ജോലി വേണോ, ഇഷ്ടം തരുന്ന അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ, ബുദ്ധിയിൽ വെച്ച് തന്നെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടം തരുന്ന കാമധേനുവായിട്ട് മാറും എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്, അല്ലെ? മനസ്സ് തന്നെ നമ്മളുടെ സന്തോഷം തരുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടുപോകും. ആദ്യം ബുദ്ധിയും പിന്നെ മനസ്സും അല്ലേ? ഇപ്പൊ രണ്ടു കാര്യം പറഞ്ഞു. ബുദ്ധിയിൽ തോന്നലുണ്ടാവും, മനസ്സിലുണ്ടാവും. ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ആ കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ പ്രശ്നം. അത് തീരുന്ന കോൺഫ്ലിക്റ്റോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോക്ടർ കൃഷ്ണൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോൺഫ്ലിക്റ്റോളജി എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ, ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇപ്പം അശാന്തിയാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എത്രയോ വളർന്നിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള മിഷൻസ് ഉണ്ട്. എന്നിട്ടും എന്തേ നമുക്കില്ലാത്തത്? സമാധാനവും സന്തോഷവും അല്ലേ? അപ്പൊ നാളത്തെ ലോകം എന്ന് പറയുന്നത് എന്തിന്റെ ലോകമാണ്? ഇന്നത്തെ കാർഡിയോളജി, അല്ലെങ്കിൽ ഇന്നത്തെ ക്യാൻസർ പേഷ്യന്റ്, അല്ലെങ്കിൽ ഇന്നത്തെ ഓർത്തോ എന്നൊക്കെ പറയുന്നതൊക്കെ മാറ്റിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും തുടങ്ങാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോൺഫ്ലിക്റ്റോളജി ആയിരിക്കും. എന്റെ ബുദ്ധിയും എന്റെ മനസ്സും. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ ടു ഫിസിക്സ് ഈസ് മഹാത്മാഗാന്ധി ടു കോൺഫ്ലിക്റ്റോളജി എന്നാ പറയാം. എന്ത് ശാന്തനായിരുന്നു ആലോചിച്ച് നോക്കുക. ആകെ കത്തി നശിക്കുന്ന സമയത്തും മഹാത്മാഗാന്ധി ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഭഗവത്ഗീതയാണ് അദ്ദേഹത്തിന്റെ അമ്മ. ആ മടിയിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ കിടന്നുറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു അമ്മയാണ് ഭഗവത്ഗീത. അങ്ങനെ കണ്ടിട്ട് വേണം ഇതിനെ വായിക്കാൻ. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ സാക്ഷിയായി നിൽക്കേണ്ടത് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ പാഠങ്ങളും എനിക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു സന്മനസ് കിട്ടാനല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് അല്ല, താൽക്കാലിക സമാധാനമല്ല, പരമമായ ശ്രേയസ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ്. താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടിട്ട് അർജുനന് വാർഫീൽഡിൽ നിന്ന് ഓടിപ്പോവാമായിരുന്നു. പക്ഷെ കുറേ ജനങ്ങൾ നാളെയും ഈ മണ്ടന്മാരുടെ വ്യത്യസ്തമായിട്ടുള്ള കൺട്രോളില് മോശമായിട്ട് ഭരിക്കപ്പെടുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങള് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞത്? നീ ഇവരെയൊക്കെ അടിച്ചമർത്തി കൊന്നാലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ നന്നാവില്ല. അത് നെഗോസിയേഷനിലൂടെ മാറ്റാൻ എത്രയോ ശ്രമിച്ചു, എന്നിട്ടും നടന്നിട്ടില്ല. അപ്പൊ ആ നെഗോസിയേഷൻ നടക്കുന്ന സമയത്തും ആരാണോ പവർഫുൾ അയാൾക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റിനെ നിർത്തും, എന്നിട്ട് തോറ്റ് പാളീസാവും. അപ്പൊ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർ ചിലപ്പം കുറ്റം പറയും. ആ കുറ്റം പറഞ്ഞ് എഴുന്നേറ്റിട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവണം. ധൈര്യം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഞാനാണ് എന്നുള്ളൊരു ധാരണയാണ്. അത് മാറിക്കൊടുക്കുമ്പോഴാണ് എല്ലാ ഭഗവാന്മാരും നമ്മൾക്ക് തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്. താൽക്കാലികമായിട്ടുള്ള ജയമല്ല, ലോങ്ങർ 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 അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ 18 ഈ ഒരു സത്വമാണ് ഇതിനകത്ത്. 10ാം ശ്ലോകത്തിലെ മറ്റൊരു കാര്യം കൂടി ഇവിടെ നമ്മളെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലെ? നമ്മുടെ മഹത്തായ പാരമ്പര്യം, നമ്മൾ ഉണ്ടായി വന്നതിലോട്ട് തിരിച്ച് നമ്മൾ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. യജ്ഞത്തോടു കൂടിയിട്ടാണ് പ്രജകളെ സൃഷ്ടിച്ചത്. ആ ഒരു പവിത്രത നമ്മുടെ ചിന്തകളിൽ പോലും സൂക്ഷിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ബ്രഹ്മാവ് ലോകത്തില് 200 കോടികളിലധികം 260 crores എങ്ങാണ്ടാണ്. അത്രയും കോടികളിലധികം
ജീവികളെയും ജന്തുക്കളെയും വ്യത്യസ്തമായിട്ടുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ച് തൈഹി ക്ഷീണിച്ച് ഇനി എന്ത് ചെയ്യും, ബുദ്ധിയുള്ള ഒന്നിനെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ കുറച്ച് തലക്കനമുള്ള മനുഷ്യനുണ്ടാക്കിയത്. അല്ല, തലക്കനമുണ്ട്. സാധാരണ ബോഡി വെയിറ്റിന്റെ 10% ഹെഡിനാണ്. എന്നിട്ട് അത് താങ്ങി നിർത്താൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കഴുത്തും തന്നു. എന്നിട്ട് അതിന്റെ മുകളിൽ അതിനേക്കാളും തലക്കനമുള്ളത് കൊടുത്താലോ? എന്നിട്ട് പറ്റുകയാണെങ്കിൽ കുനിഞ്ഞോട്ടെ വെച്ചിട്ടാണ് എപ്പോഴെങ്കിലും അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് തയ്യാറല്ല. അതാണ് പ്രശ്നം. ഭഗവാന്റെ മുമ്പിലെങ്കിലും കുനിഞ്ഞു നിൽക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവട്ടെ. അത് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ വലിയൊരു ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്ന, ഏറ്റവും നന്നായിട്ട് വികസിക്കാൻ സാധിക്കുന്ന, ഏറ്റവും നല്ല ഒരവസ്ഥയിൽ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യന്റെ ചിന്തകളിലെ ചെറിയ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുഷ്ടബുദ്ധികളും കുനിഷ്ട കുബുദ്ധി എന്നൊക്കെ പറയില്ലേ, അത് മാത്രം വെച്ച് നടക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജന്മത്തിന്റെ വില അറിയാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയാവുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ വില അറിയാത്തതുകൊണ്ടല്ലേ? അത് അറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക നമുക്കിതൊന്നിലൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് കവിത്വം ഉണ്ടാവണം എന്ന് പറയുന്നത്. കവിത്വം ഉണ്ടാകുന്ന സമയത്ത് തെറ്റായിട്ട് ചിന്തിക്കുന്ന കവികളാണ് നമ്മൾ ഇന്ന് പുകത്തിപ്പാത്തുന്നത്. പലരും പ്രപഞ്ചത്തെ മോശമാക്കും, എങ്ങനെയൊക്കെ നെഗറ്റീവ് അടിക്കാൻ പറ്റും, അവരൊക്കെയാണ് കവികൾ. അതൊന്നല്ല കവികൾ. നമ്മുടെ എല്ലാ കവിതകളിലും, മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ നന്മയ്ക്ക് വേണ്ടി കവിത എഴുതിയിട്ടുള്ളവരാണ് അവർ. കുറച്ച് ഡയലൂട്ടായിട്ട് പോയിട്ടുള്ളത് കാളിദാസൻ മുതലാണ്. അത് പ്രേമത്തെക്കുറിച്ചും ഒക്കെ വികസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവരുടെ സയന്റിഫിക് ആയിട്ടുള്ള തോട്ടും അവരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഭാവനയൊക്കെ നഷ്ടപ്പെട്ടത് കാളിദാസിന് ശേഷമാണ്. അതിന് മുമ്പുള്ള കവികൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ സ്പിരിച്വൽ കണ്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അതിലേക്ക് വായിക്കുകയാണ്. ഇപ്പം അത് വായിക്കുന്ന സമയത്ത് അത്തരം ചിന്തകൾ ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുണ്ടായി എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളിൽ ഭഗവാൻ ഉരുത്തിരിയാണ് ചെയ്യുന്നത്, പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് വഴിവിട്ടു പോയവരെയൊക്കെ വഴിപാടോടുകൂടി വഴിയിലേക്ക് എത്തിക്കുക. അതാണ് വഴിപാട്. എന്റെ കർമ്മമാണ് എന്റെ വഴിപാട്. അതുണ്ടാവട്ടെ. നമ്മുടെ കണക്ഷൻ, നമ്മൾ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ റീഎസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ളത് മനസ്സിലായി. തീർച്ചയായിട്ടും. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 11-ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. ഭഗവാൻ പറയുകയാണ്, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയം പരമവാപ്സ്യഥ. എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളില് ഇപ്പൊ നമ്മൾ 3rd ചാപ്റ്ററിൽ 3-ാമത്തെ അധ്യായത്തിൽ നോക്കിയിട്ടുള്ള ഏറ്റവും പരസ്പരം ഭാവയന്തഃ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ ശുദ്ധമാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ അവിടെ അശുദ്ധം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ഒരു ഭാവം ഉണ്ടല്ലോ, ഒരു ബന്ധം, അതിനെയാണ് പൊല്യൂട്ട് ചെയ്യുന്നത്. ശ്രേയ പരമ വാപ്സ്യഥ. ഞാൻ എങ്ങനെയാണ് ശ്രേയസ്സുള്ളവനായി മാറുന്നത്, അത് എനിക്ക് ഭഗവാൻ തന്നിട്ടുള്ള ആ ഭഗവാനെ എന്നിൽ പോഷിപ്പിക്കുമ്പോ ഞാൻ ഭഗവാനെ പോഷിപ്പിക്കുക മാത്രമല്ല, ഞാൻ എന്നെയും കൂടി പോഷിപ്പിക്കുകയാണ്. അങ്ങനെയാണ് എന്റെ ജന്മം ഉണ്ടാവേണ്ടത്. അനേന ദേവാൻ ഭാവയന്തേ. ഈ യത്നം കൊണ്ട് ഞാൻ ദേവന്മാരെ പോഷിപ്പിക്കുന്ന സമയത്ത്, ദേവന്മാരെ അല്ല പോഷിപ്പിക്കുന്നത്, തേ ദേവവ ഭാവയന്തു. ആ ദേവന്മാര് എന്നെ പോഷിപ്പിക്കുകയാണ്. എന്നിട്ട് എനിക്കെന്ത് ചെയ്യും? ശ്രേയസ് ഉണ്ടാക്കി തരും. അങ്ങനെ എന്നിൽ ശ്രേയസ് ഉണ്ടാക്കി തരുന്ന സമയത്ത് പരസ്പരം ഭാവയന്ത. അങ്ങനെ പരസ്പരം പോഷിപ്പിക്കുന്ന, ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോൾ ഒരാളുടെ കൈ മാത്രമല്ലല്ലോ പിടിക്കുന്നത്, എന്നും പിടിക്കല്ലേ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാനോട് ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന പോലെയായിട്ട് കരുതാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ശക്തി ദേവന്മാരിൽ എങ്ങനെ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നോ, എങ്ങനെ പ്രകൃതിയുടെ ശക്തി നമ്മൾ ജീവരാശികളിൽ കാണുന്നോ, അതേ ശക്തിയാണ് എൻ്റെ ഉള്ളിലും ഇരിക്കുന്നു എന്നുള്ളൊരു ഭാവം എനിക്കുണ്ടാവുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും സേവനത്തിന്റെ, ഒരു സന്നദ്ധതയുടെ, ഒരു ത്യാഗത്തിന്റെ ഒരു മനോഭാവം എന്നിലുണ്ടാവും. അത് എന്നിലുണ്ടാവുന്ന സമയത്താണ് ഞാൻ ഭഗവാനെ പോഷിപ്പിക്കുന്നതായിട്ട് എൻ്റെ കർമ്മം മാറും. അങ്ങനെ മാറുമ്പോൾ ഭഗവാൻ എനിക്ക് എന്തു തരും? ആവശ്യത്തിലധികം ശ്രേയസ് തരും എന്നാണ്. അത് എല്ലാ കാലത്തും തോന്നില്ല കേട്ടോ. നമ്മുടെ ഈ ജാതകത്തിന്റെ ഓരോ ദശാകാലം ഉണ്ടല്ലോ, ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശ. അത് നമ്മൾ ജന്മം കൊണ്ടില്ല, കർമ്മം കൊണ്ടില്ല, കുഴപ്പമില്ല. സത്സംഗം കൊണ്ട് ആരൊക്കെ ആയിട്ടാണോ നമ്മുടെ ബന്ധം, ആരാണോ നമ്മൾ കാണുന്നത്, ആരാണോ കേൾക്കുന്നത്, അതാണ് ഈ ഗീതയുടെ ഒക്കെ പ്രത്യേകത. ഇതൊരു സത്സംഗമാണ്. ഗീതയെ വായിക്കുന്ന സമയത്ത് ഞാൻ ഭഗവാനിലെ
ഭഗവാൻ പറയുന്ന സംഭവങ്ങൾ എന്റെ ചെവിയിലേക്ക് കേൾക്കുമ്പോൾ ഞാൻ ഭഗവാന്റെ മുമ്പിലിരുന്ന് കേൾക്കുന്ന ഭഗവാൻ അർജുനോട് പറയുന്നത് ഭഗവാൻ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കുമെങ്കിൽ ഇതൊക്കെ എനിക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞതാണെന്ന് എന്റെ തോന്നലുണ്ടാവുമ്പോൾ ഞാൻ എവിടെ ശുദ്ധമാക്കും? എന്റെ അന്ധക്കരണം ശുദ്ധമാക്കും. അങ്ങനെ അന്ധക്കരണം ശുദ്ധമാക്കിയിട്ട് എന്റെ കർമ്മങ്ങളിൽ ആ ശുദ്ധത വരുന്ന സമയത്ത് എന്റെ വാക്കുകളിലൂടെ, എന്റെ നോക്കിലൂടെ, കർമ്മം എന്ന് പറയുന്നത് കൈകൊണ്ട് മാത്രം ചെയ്യുന്നതല്ല, 3H എന്ന് ഞാൻ പറയാം. ഞാൻ ആ 3H എന്ന് പറയുന്നത് എന്റെ കർമ്മം, കൈ, എന്റെ ചിന്തകള്, എന്റെ ഫീലിങ്സില്, ഹാർട്ടില്, എന്റെ തോട്ട്സില്, എന്റെ ചിന്തകളില്, എന്റെ ബുദ്ധിയില്, ഹെഡില്. അപ്പൊ 3H ആണ്. ഡോക്ടർ TPSന്റെ ഭഗവത്ഗീതയുടെ 3H പ്രിൻസിപ്പിളാണ്. ഈ നമ്മുടെ ചിന്മയസ്വാമിക്ക് BMI ഒക്കെ ആയിരുന്നു, ബോഡി മൈൻഡ് ഇന്റലക്ച്വൽ, BMI എന്നാണ് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടാ ക്ലാസ് എടുക്കുക. ഇപ്പൊ ഞാൻ ബോർഡ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ BMI എത്ര പഠിച്ചാലും എനിക്ക് പഠിയാറില്ല, അത് മനസ്സിലങ്ങോട്ട് പറയില്ല. ഇത് BMI ആണോ കുറെ കാലം പിടിച്ചു. അതിനേക്കാളും എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് 3H ഉണ്ടെന്നാണ്. ഹാൻഡ് ബോഡിയാണ്, മൈൻഡ് ഹാർട്ടാണ്, ഇന്റലക്ട് എന്ന് പറയുന്ന ഹെഡാണ്. 3H നിങ്ങൾ ഉപയോഗിച്ചാൽ പോരാ, എന്തെളുപ്പം ഓർമ്മിക്കാൻ. ഹാൻഡ്, ഹാർട്ട്, ഹെഡ്. അപ്പൊ അതുകൊണ്ട് ഞാൻ റീഡിഫൈൻ ചെയ്തതാണ്. ആ മനസ്സോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, അത് കൈകൊണ്ടായാലും കണ്ണുണ്ടായാലും, കണ്ണുണ്ടെന്നെത്തുന്ന സമയത്ത് ഞാൻ എവിടെ കാണണം, എന്ത് കാണണം, എന്റെ മനസ്സാണ് തീരുമാനിക്കുന്നത്. എന്ത് ചിന്തിക്കണം, എങ്ങനെ കേൾക്കണം, എങ്ങനെ പറയണം, ഇതൊക്കെ എന്റെ ബുദ്ധിയാണ് എനിക്ക് പറഞ്ഞത്. ഈ 3H പോഷിപ്പിച്ചാല് നടന്നു സംഭവങ്ങളൊക്കെ. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഭഗവാൻ നമുക്ക് വേണ്ടി നമ്മുടെ പിന്നാലെ വന്ന് സഹായിക്കും. ഭഗവാൻ നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മൾ പറയാ വേണോ വേണ്ടോ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെ. വേണ്ടാന്ന് പറയണോ വേണമെന്ന് പറയണോ നമ്മൾ തീരുമാനിക്കുക. വേണ്ടാന്നാണ് പറയേണ്ടതെങ്കിൽ ദുഷ്ടചിന്തകളോടുകൂടി ഇനിയും കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു നന്മയോ ഒരാളിലും കാണാണ്ടിരിക്കുക. അതല്ല ഭഗവാനാണ് കൂടെ വേണ്ടതെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. നമ്മുടെ വാക്ക് ക്ലീൻ ചെയ്യുക, നോട്ടം ക്ലീൻ ചെയ്യുക, പറയാനുള്ള സംഭവങ്ങളൊക്കെ അതേ അവസ്ഥയിൽ നമ്മൾ കണ്ടുപഠിച്ച് വേണ്ടതുപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. എന്തൊരു രസമാണ്, എന്തൊരു സുഖമാണ് അന്തിവരേക്കു പറന്നിടാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയില്ലേ പണ്ട്? അല്ലേ? എല്ലാ നാളും മണ്ണിൽ നടപ്പതിന് ഇല്ലൊരു കുതുകം നിരൂപിച്ചാൽ കാടിനു മുകളിൽ മേടിനു മുകളിൽ മോടി കലർന്ന് പറക്കും ഞാൻ എന്ന് പറഞ്ഞത്. നമ്മളൊക്കെ ഈ മണ്ണിൽ ചെറിയ കൃമികളെ പോലെ ജീവിച്ച് ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ എല്ലാ ദിവസവും ഉള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ, എനിക്കെന്ത് കിട്ടും, നിങ്ങൾക്ക് എന്ത് കിട്ടും, എന്താണ് ലാഭം, എന്ത് കിട്ടിയില്ലെങ്കിൽ അത് പോയാൽ പോയി, ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അതിനേക്കാളും മുകളിൽ പറക്കാനുള്ള എത്രയോ ചിറകുകളുണ്ട് ചിന്തകൾ കൊണ്ട്. ചിറകുകൾ നമുക്ക് തന്നില്ലെങ്കിലും പക്ഷികളെക്കാളും മുകളിൽ പറക്കാനുള്ള ചിന്തയാകുന്ന ചിറകുകൾ നമ്മുടെ കയ്യിലില്ലേ, പിന്നെന്താ ആവശ്യം? അത് നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ട് ആ ലോകത്തേക്ക് പറന്നുയരുന്ന സമയത്ത് എന്റെ ചുറ്റുമുള്ള ചെറിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണില്ല, കേൾക്കില്ല, ഒന്നുമില്ല. അങ്ങനെ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് ബന്ധനത്തിൽ നിന്നും മുക്തരായി നമ്മൾ ഭഗവാന്റെ സുബന്ധനത്തിലേക്ക് എത്തുന്നത്. അതാണ് നമുക്ക് എത്തേണ്ടത്, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് ഈ ഒരു 11ാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും ചിന്തയും മാത്രമല്ല, നമ്മളിലേക്ക് എടുക്കുന്നതും അവിടെ ഫിൽട്ടർ ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്, അല്ലെ? നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രവൃത്തിയും ചിന്തയൊക്കെ ശരിയായാ പോരെ എന്ന്. അല്ല, നമ്മളിലേക്ക് വരുന്ന അബ്സോർബ് ചെയ്യുന്നത് എന്താണ്, അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലോട്ട് എടുക്കരുത്. എനിക്ക് അയക്കുന്ന ചില, അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് കണ്ടിരുന്നോ, ഞാൻ ഒന്നും കാണാറില്ല സത്യം പറഞ്ഞു. നമുക്ക് ആവശ്യമില്ലാത്ത എന്തിനൊക്കെ ദേവാൻ ഭാവയതാനേന തേ ഭാവയന്തുവഹാം പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമ വപ്സ്യഥ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് ചോദിക്കുന്നത്. ഭഗവാൻ ഗ്യാരണ്ടി പറയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്ന ചില ചെറിയ ശ്ലോകങ്ങളൊക്കെ ഉള്ളൂ ഭഗവത്ഗീതയിൽ. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണിത്. ഞാൻ ചെയ്യുന്ന ഓരോ ഇതേ സംഭവമാണ് 5ാമത്തെ അധ്യായത്തിൽ 14ാമത്തെ ശ്ലോകം, 9ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകം. ഞാൻ എവിടെ റെഫറൻസ് പറയുന്നുണ്ടോ ഉറപ്പാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഭഗവാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്നുള്ളതിന്റെ ഉറപ്പാണത്. അപ്പൊ ഇതിൽ 5ാമത്തെ അധ്യായത്തിൽ 14ാമത്തെ ശ്ലോകത്തിലും ഇതേ സംഭവം കാണാൻ പറ്റും. നമ്മൾ എത്രത്തോളം നമ്മൾ പ്യൂരിഫൈ ആകണം എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? നമ്മൾ തോട്ട്സിൽ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഇൻപുട്സ് വരുന്നതിനെ എല്ലാം ഫിൽട്ടർ ചെയ്യണം, നമ്മളുടെ പ്രവൃത്തി മാത്രം പോരാ എന്നുള്ളതാണ്. അതാണ് ചുമ്മാ ഇതാണ് നമ്മുടെ സ്വഭാവമായിട്ട് മാറുക. 5ാം അധ്യായത്തിൽ സ്വഭാവസ്ഥു പ്രവർത്തതേ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു വാക്കുണ്ട്. ഇത് സ്വഭാവമാണ്. 10 പ്രാവശ്യം നെഗറ്റീവ് കണ്ടാൽ നെഗറ്റീവിലേ കാണുള്ളൂ. 10 പ്രാവശ്യം വഴക്ക് പറഞ്ഞാൽ വഴക്ക് അങ്ങനെ എഴുതുള്ളൂ, അങ്ങനെ പറയുള്ളൂ. എന്നിട്ട് അവര് അതിന് മുകളിൽ കമന്റ് ചെയ്യും, അതിനൊന്നും കൂടി അങ്ങോട്ട് മറുപടി കൊടുക്കും. ആ ഒരു ഗുണമില്ലാത്ത സംഭവം.
ന കർത്തൃത്വം ന കർമ്മണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫലം സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ എന്നാണ് 5-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം. ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ അന്യോന്യം ഈ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. ഇതേ സംഭവം അടുത്ത് പറയുമ്പോൾ ഭഗവാൻ എന്തിനാ ഇത് ഒന്നുകൂടി പറഞ്ഞത്? ഞാൻ ഒന്നും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നോക്കുക. അങ്ങനെ ഒരാവർത്തി വായിച്ചാൽ പോരാ. മയാധ്യക്ഷേണ സുയതേ ചരാചരം, എല്ലാ ചരാചരങ്ങളിലും ഹേതുനാനേന കൗന്ദേയ ജഗദ്യു പരിവർത്തതേ എന്നാണ് ഭഗവാൻ 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പരിവർത്തനം ഉണ്ടാക്കണം? ഇങ്ങനെ അല്ലാതെ, ചിന്തകളിലല്ലാതെ എങ്ങനെയാ നമ്മളെ പരിവർത്തനം ഉണ്ടാക്കുക? രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലൊക്കെ ഇതിലപ്പുറം എങ്ങനെയാ ഭഗവാൻ പറഞ്ഞു കൊടുക്കുക? ഇതാണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. എനിക്ക് സാധാരണ മനുഷ്യന്മാരിപ്പല്ല, സന്യാസ യോഗത്തില് ആ സന്യാസത്തിന്റെ അവസ്ഥയിൽ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് രാജവിദ്യ രാജയോഗത്തിലാണെങ്കിൽ നീ എങ്ങനെ ആലോചിക്കണം? ഇതേ സംഭവം കർമ്മം ചെയ്യുമ്പോഴെങ്ങനെ, മാനസികമായിട്ട് എങ്ങനെ, ആക്ടിവിറ്റി വെച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് സന്യാസ യോഗത്തിലേക്ക് ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. ആ സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം, ഭക്തിയിൽ എങ്ങനെ ഉപയോഗിക്കണം, കർമ്മത്തിൽ എങ്ങനെ ഉപയോഗിക്കണം, ചിന്തകളിൽ എങ്ങനെ ഉപയോഗിക്കണം, ബുദ്ധിയിൽ എങ്ങനെ ഉപയോഗിക്കണം, ഓരോ സ്ഥലത്തും ഇതിന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ വരണ്ടേ? അത് കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കേൾക്കാതെ പോകുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ദുഷ്ടത. ഇത് കേട്ടിട്ട് കാര്യമില്ല കേട്ടോ. എത്രയോ പ്രാവശ്യം ഈ ശ്ലോകം കേട്ടിട്ടുണ്ടാവും, ആരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ കേൾക്കല്ല വേണ്ടത്. അത് എന്റെ ജന്മത്തിൽ ഞാൻ പ്രാബല്യത്തിൽ വരുത്തുമ്പോഴേ ആചാര്യ എന്ന് പറയുന്നത് യദ്യതാ ജരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്തനുവർത്തതേ എന്നാണ്. എന്നെ കണ്ടിട്ട് ഇങ്ങനെയാണ് ആവേണ്ടത് എന്നൊരാൾ വിചാരിക്കും. ഒരാൾ വിചാരിച്ചാൽ മതി, എല്ലാവരും വിചാരിക്കുന്നുണ്ട്. ഒരാളുണ്ടായാൽ മതി. ആ ഒരാളാണ് നമുക്ക് വേണ്ടത് എന്നാണ്. കുറേ പേര് നമ്മളെ കൈയടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, അതുണ്ടായാൽ മതി. അതുകൊണ്ട് ഭഗവാൻ അർജുനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ, ഒരാളുണ്ടായാൽ മതി എന്നാണ്. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും കൂടി ലെക്ചർ കൊടുത്തുണ്ടായിരുന്നു, സെമിനാർ നടത്തിയിട്ട്, കോൺഫറൻസ് നടത്തിയിട്ട്, മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞില്ല. ഒരാള് തീരുമാനിച്ചാൽ മതി ലോകം നന്നാവുന്നത്. അത്രേ ഉള്ളൂ. വളരെ മനോഹരമായിട്ട് തോട്ട് എവിടെ വെച്ചിട്ട് ചിന്തയിൽ വെച്ച് തന്നെ തടയണം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അതാണ് TPCയോട് ഈ വാർത്ത കണ്ടില്ലേ, ആ വാർത്ത കണ്ടില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഞാനൊന്നും കാണാറില്ല. എത്രയോ നല്ല സംഭവങ്ങൾ ഈ ലോകത്ത് കാണാറുണ്ട്. ഞാൻ ഡ്രൈനേജ് നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ഓപ്പൺ ചെയ്തില്ല, ഞാൻ കേട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അയച്ചു തന്നാലും അപ്പൊ ഡിലീറ്റ് ചെയ്യും. എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിയിട്ടില്ല, തുറന്നിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ഇപ്പൊ ഇതിന്റെ അർത്ഥം പറഞ്ഞപ്പോ മനസ്സിലായി. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 12-ാമത്തെ ശ്ലോകത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഭഗവാൻ പിന്നെയും തുടരുകയാണ്. 12-ാമത്തെ ശ്ലോകം. ഇഷ്ടാൻ ഭോഗാൻ ഹി ബോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതഃ തൈദത്താന പ്രദായേഭ്യോ യോ ഭുക്തേസ്തേന ഏവ സഹ. ആരാണ് കള്ളൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കള്ളന്മാരെ പിടിക്കാനുള്ള മാർഗം പറഞ്ഞു തരാണ്. സസ്ഥേന ഏവഹ, അവൻ കള്ളനാവുന്നു. ആരാണ് കള്ളൻ? യജ്ഞഭാവിത ദേവ, യജ്ഞത്താൽ പോഷിപ്പിക്കപ്പെടാൻ വേണ്ടി ദേവന്മാര് വാ ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭോഗങ്ങൾ തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ മോഷ്ടിക്കും. ഈ തന്ന സാധനം മോഷ്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഹേ തൈ ദത്താൻ, അതുകൊണ്ട് ആരാണോ ദാനം ചെയ്യേണ്ടവ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട സംഭവങ്ങൾ പോലും കട്ടടിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തി, ഏഭ്യ പ്രദായ യ ഭുക്തേ, ആർക്കാണോ പ്രദാനം കൊടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട സാധനം അത് സ്വന്തം അനുഭവിക്കാൻ വേണ്ടി കട്ടെടുക്കുന്ന ഒരു വ്യക്തി, അയാളെയാണ് സസ്ഥേന ഏവഹ, കള്ളൻ തന്നെ ആകുന്നു അവൻ. അതുകൊണ്ട് കക്കാൻ പോകുന്ന ഒരുത്തന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. തൈർദത്താൻ അപ്രഭായോ പ്രഭാവയ്യഭ്യോ എന്നാണ്. എങ്ങനെയാണോ നമ്മുടെ ഒരു നമുക്ക് പ്രഭ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കുന്നത് എന്നർത്ഥം. ജന്മം തന്നത് ഭഗവാൻ, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഓഫറിംഗ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കട്ടെടുക്കല്ല വേണ്ടത്, അത് ഭഗവാന് വേണ്ടി തിരിച്ചു കൊടുക്കാനൊരു ബോധം ഉണ്ടായാൽ മതി. അത് എന്റേതാണ് എന്നുള്ള ബോധത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്റേതാണ് എന്ന ബോധത്തിലല്ല. ഇതൊക്കെ ഭഗവാന്റെ ആണെന്നുള്ള ബോധത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ആ അവസ്ഥയിലേക്ക് നമുക്ക് ഇഷ്ടഭോഗങ്ങൾക്ക് പകരം ഭഗവാനുള്ള ഇഷ്ടഭോഗങ്ങളായിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കണം. ദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ
ആ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് നേരത്തെ പറഞ്ഞു. അങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ നമ്മളെ കള്ളൻ എന്നാ പറയാ. അത് ഏത് വേണമെന്ന് നമ്മൾ തിരിക്കാം. യോ ഭുക്തേ സ്ഥേന ഏവസഹ. കള്ളനായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ. പലരും അങ്ങനെയാണ്. എന്താ ചെയ്യാ? നമുക്ക് വേണ്ടത് നമുക്കും ബാക്കിയുള്ളവർക്ക് വേണ്ടത് ബാക്കിയുള്ളവർക്കും അല്ല. എല്ലാം എനിക്ക് കിട്ടുമെന്നാ നോക്കുക. അത് വേണ്ട. റിസോഴ്സസ് മാത്രമല്ല അല്ലെ, നമ്മളെ ഭൗതികമായിട്ടുള്ള ഒരു മെറ്റീരിയൽ റിസോഴ്സസ് മാത്രമല്ല, നമ്മുടെ കഴിവ് ഭഗവാൻ കാണേണ്ടത് എല്ലാ തരത്തിലുമാണ്. എന്റെ ജനങ്ങൾ, എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ നാക്ക്, എന്റെ ചെവി ആർക്കും കൊടുക്കില്ല എന്നുള്ളത് അവസ്ഥയിലാണ്. എനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന്, സെൽഫിഷ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് ബേസിക് ആയിട്ട്. അതായത് കഴിവുകൾ, ഇപ്പൊ അറിവാണ് ഉള്ളതെങ്കിൽ പോലും അതിനെയും നമ്മൾ യജ്ഞമായിട്ട് അത് പങ്കുവെക്കുക അല്ലെ. എന്തും നമ്മുടെ കഴിവുകളാകട്ടെ. പിന്നെ ഇതല്ലേ ദേവയജ്ഞം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഭഗവാന് കൊടുക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ബ്രഹ്മയജ്ഞം. ബ്രഹ്മാവ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ബ്രഹ്മയജ്ഞം ചെയ്യാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്റെ തലയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഷോൾഡറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫിസിക്കലി ഉപയോഗിക്കാനാണ് വേണ്ടത്. അങ്ങനെ പിന്നെ വൈശ്യനാണെങ്കിൽ അദ്ദേഹം ബിസിനസ്സിലാണ് ബാക്കിയുള്ളവരെ സഹായിക്കുക, കാശുണ്ടാക്കുക, കടം കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, ബാക്കിയുള്ളവരെ ഉത്തേജിപ്പിച്ച് ഇനിയും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്യുക, ബാങ്ക് നടത്തുക, കൊള്ളപ്പലിശ കൊണ്ടല്ല. അത്രേ ഉള്ളൂ. അത് ശൂദ്രനാണെങ്കിൽ പലപ്പോഴും ഒരു ധനയജ്ഞം, ധനം പങ്കുവെക്കുന്നത് മാത്രമാണ് യജ്ഞം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ ഈ ശ്ലോകത്തിൽ നമ്മൾ എടുക്കുമ്പോൾ എല്ലാം യജ്ഞം തന്നെയാണ്. നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ നടത്തുന്ന അധ്വാനമായിക്കോട്ടെ, സേവയായിക്കോട്ടെ അല്ലെ, ബ്രഹ്മയജ്ഞമായിക്കോട്ടെ, ദൈവയജ്ഞമായിക്കോട്ടെ, ക്ഷേത്രങ്ങളിൽ അന്നദാനം പരന്ദാനം വിദ്യാദാനം അതത്പരം അന്യേന ക്ഷണികാതൃപ്തി യാവത് ജീവഞ്ച വിദ്യയ. വിദ്യയാണ് ഏറ്റവും വലിയ യജ്ഞവും ദാനവും. വിദ്യാദാനം കൊടുക്കുമ്പോൾ ലോകത്ത് ഒരിക്കലും മറക്കാത്ത, നമ്മൾ മരിക്കുന്നത് വരെ ഈ ക്ലാസ് ഓർമ്മിക്കുകയാണെങ്കിൽ ഒരാൾ തന്ന ഭക്ഷണവും 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഓർക്കാറില്ല. ആ തന്നിട്ടുള്ള വിളമ്പ്യാളെയും കാണില്ല, അവരെടുത്ത ഡ്രസ്സും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഈ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ആ പറയുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കും, അവരെ ഓർക്കും. എത്രയോ ആൾക്കാർ വിളിച്ച് കരയുണ്ടെന്ന് പറയും. ലക്ഷ്മി, എന്റെ ജീവിതത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ഈ ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരുടെ പ്രാരബ്ധവും അവരുടെ വിഷമവും അവരുടെ സങ്കടവും ഒക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, എത്ര കാലവും പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് പഠിക്കാൻ പറ്റുമോ എനിക്കെന്നൊക്കെ ചോദിക്കുന്നത്. ഈ പ്രായത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റണം? ഞാനൊന്നും ചെറുപ്പത്തിലല്ല പഠിച്ചത്. ഞാൻ 10-20 വർഷമായിട്ടുള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ടൊക്കെ. അത് പറ്റുകയാണെങ്കിൽ ഞാൻ പറയും എന്നെക്കാളും പ്രായം കുറവാണ് എനിക്ക്, പഠിച്ചിപ്പോ തുടങ്ങിയാലും മതി, ഗ്യാരണ്ടിയാണ്. പക്ഷെ അതിന് ശ്രദ്ധ വേണം. നല്ലപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ചെറിയ പണിയൊന്നുമല്ല. ഇത് ക്രോസ് റെഫറൻസ് ഉണ്ടാക്കിയെടുക്കാന്നുള്ള അത്രയൊന്നുമല്ല. എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു, എല്ലായിടത്തും. അത് വായിച്ച് 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 മനസ്സിലാക്കി സ്വാധ്യായം തന്നെയാണ്. സ്വാധ്യായം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അത് യതിയുടെ സ്വാധ്യായം പഠിക്കുക, ശങ്കരന്റെ പഠിക്കുക, ചിന്മയുടെ പഠിക്കുക, ഏതൊക്കെ പഠിക്കാൻ പറ്റും, ഖർപ്പൂർ പഠിക്കുക, ഗീത, ഇസ്കോണിന്റെ പഠിക്കുക, ഏതൊക്കെ പഠിക്കാൻ പറ്റും, ഏതൊക്കെ സ്വാമി പറഞ്ഞു എല്ലാം കേൾക്കാം. അതൊക്കെ കേട്ടിട്ട് ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണമായിരുന്നു 12ാം ശ്ലോകം. ഘണ്ടശാല ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ട് അത് കേട്ടോ. ഇവിടെയൊക്കെ മരണ വീടുകളില് മരിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഭഗവത്ഗീതയാണ് വെക്കുക. അത് വെക്കുന്നത് ഘണ്ടശാല ചൊല്ലുന്ന 100 ശ്ലോകങ്ങളാണ്. അദ്ദേഹം ഫുള്ളൊന്നും ചൊല്ലിയിട്ടുള്ളത് ഞാൻ കണ്ടില്ല. പക്ഷെ 100 ബെസ്റ്റ് ശ്ലോകാസ് ഇൻ ഭഗവത്ഗീത. ഞാനൊക്കെ അങ്ങനെയാണ്, ആന്ധ്രയിലാണ്. അദ്ദേഹം അസലായിട്ട് ചൊല്ലും. അത്രയും സുലളിതമായിട്ട് ഭംഗിയായിട്ട് ചൊല്ലുന്ന. എന്റെ 1-2 മധുരയിലൊക്കെ ഞാൻ പോയിട്ടുള്ള എന്റെ ചെറിയ ക്ലിപ്പിംഗ്സും എന്റെ ഷോർട്സും വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചിട്ടുള്ളത് ഘണ്ടശാലയുടെ ഭഗവത്ഗീത ശ്ലോകമാണ്. അത്രയും ഒരു രസകരമാണ്. അത് കേട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ ചൊല്ലാൻ പറ്റിയാൽ എന്ന് ഭാഗ്യം തോന്നാറുണ്ട്. അത് പറ്റിയില്ല, ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്, പറ്റില്ല. ലക്ഷ്മി അസലായിട്ട് ചൊല്ലുണ്ടെന്ന് പറഞ്ഞു. ഇല്ല. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയുഗത്തിലെ 13ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഭഗവാൻ വീണ്ടും പറയുകയാണ്, യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷേ ഭുഞ്ജതേ തേ ത്വഖം പാപാ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടങ്ങളെ ഭുജിക്കുന്ന യജ്ഞശിഷ്ടാശിന സന്തഹ. എന്താണോ ബാക്കി വരുന്നത് യജ്ഞകർമ്മത്തിൽ, നമ്മൾ ഭഗവാന് എന്തെങ്കിലും വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയാണല്ലോ നമ്മൾ ഭുജിക്കുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമുക്ക് ബാക്കി കിട്ടുന്നതാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ
സത്കർമ്മം എന്ന് പറയുന്ന ബാക്കി. അത് സർവകി ലബ്ധിഷി ഉച്യതേ, സർവ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും. ഉച്യതേ, മുകളിലേക്ക് കൊണ്ടുപോകും നമ്മളെ. ഏ ആത്മകരാൻ വിചന്തി, വിചന്തിയെ സർവകൽമിഷഭൈ ഭുജന്തേ തേ ത്വഖം പാപാഹ. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് ഏതൊരുവൻ തങ്ങളുടെ ഒരു ഒരു ചെയ്യുന്ന ഒരു പാകം ചെയ്തുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സംഭവം, അത് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ, അത് മാറ്റാൻ പറ്റാത്തവര് പാപികളായിട്ട് മാറുകയും മാറ്റാൻ പറ്റുന്നവര് പാപത്തെ തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് നശിപ്പിക്കുന്നവരുമായിട്ട് മാറും. തേ ത്വഖം പാപാഹ, അത് എന്തു ചെയ്യും? അഖം ഭുജ്യതേ, അത് അങ്ങനെ തന്നെ തിന്നില്ലാണ്ടാക്കുന്നതാണ്, നശിപ്പിക്കുകയാണ് സ്വന്തം. പാപത്തെ തിന്നുന്നു എന്നാണ്, അതങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. തേ പാപാത്തു, ആ പാപികളാവട്ടെ, ഏതാൾക്കാര്, ആരാണോ ഇങ്ങനെ സങ്കല്പിക്കാത്തത്, ഭഗവാന്റെ അടുത്ത് നിന്ന് ബാക്കി കിട്ടുന്ന യജ്ഞത്തിന്റെ പങ്കാണ് എനിക്ക് എന്റെ കർമ്മം എന്ന് വിചാരിക്കാതെ ചെയ്യുന്ന വ്യക്തികളൊക്കെ അവനവന്റെ പാപത്തെ അവനവൻ തിന്ന് നശിപ്പിക്കുകയാണ്. എന്നിട്ട് അതാണ് അവരുടെ ഭുജ്യം, അവർ കഴിക്കുന്നത്. അത് ഭഗവാന് കൊടുത്തിട്ട് അതിന്റെ പങ്കാണ് എനിക്ക് കിട്ടുന്നതെങ്കിലോ, നമ്മളിപ്പോ ഒരു ഭഗവാന് കൊടുക്കേണ്ടുന്ന പ്രസാദം ഭഗവാനല്ല ഞാൻ തന്നെയാണ് ഏറ്റെടുക്കുന്നത് വിചാരിക്കുക, അങ്ങനെയുള്ള ഒരു പാപികളാണ്. ത്യാഗം, ദാനശീലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കുമ്പോ അവരുടെ മുഖത്ത് ചെയ്യുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് എനിക്ക് തിരിച്ചു കിട്ടുന്ന എന്റെ പ്രസാദം. അതേ സമയത്ത് ആരും കാണാതെ ഒളിച്ചിരുന്ന് ആർക്കെങ്കിലും കൊടുക്കേണ്ട ഭക്ഷണം ഞാൻ സ്വന്തം തിന്നുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവില്ല, എനിക്ക് ആരെങ്കിലും കണ്ടാലോ എന്നുള്ള ഭയം. അതാണ് എനിക്ക് കിട്ടുന്ന പ്രസാദം. ആ പാപപ്രസാദം വേണോ അല്ല ഈ യജ്ഞപ്രസാദം വേണോ നമ്മൾ തീരുമാനിക്കാം. അതുകൊണ്ട് പാപികളായിട്ട് മാറണമെങ്കിൽ ആർക്കും കൊടുക്കാതെ, ഒരാൾക്കും അനുഭവിക്കാൻ സമ്മതിക്കാതെ, എന്റേത് എന്നുള്ള ചിന്തയിൽ എല്ലാം എന്റേതാക്കി മാറ്റിയിട്ട് അത് തന്നെ തിന്ന് ജീവിച്ച് പാപിയായിട്ട് ജീവിക്കാം. ഇനി അതല്ല, അത് ഒരു ഉച്ചതയെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് സർവകൽപിഷൈഹി, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ആ ഉച്ചത്തില്, ആ ഉന്നതിയില്, ആ സമൃദ്ധിയില് എത്തണം. ആ സമൃദ്ധി എന്ന് പറയുന്നത് ഞാൻ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിന്റെ ഒരു പങ്ക്, അത് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം, അതാണ് നമുക്ക് വേണ്ടത്. അത് പക്ഷെ വിദ്യാർപ്പണം പത്രമറിഞ്ഞു വേണം എന്ന് പറയുന്നത് പോലെ ആർക്കാണോ കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ മോശമായിട്ട് പോകും കേട്ടോ. ഞാൻ നല്ല പ്ലേറ്റ് മീൽസ് മേടിച്ചു കൊടുത്തു, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അതെടുത്ത് നേരെ അങ്ങോട്ട് കളഞ്ഞു എന്ന് വിചാരിക്കുക, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വേണ്ടാതായിട്ട് പോകും. അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് പോകരുത്. അങ്ങനെയുള്ള ചിലവരൊക്കെ ഉണ്ടാവാം. പക്ഷെ നല്ല ആൾക്കാർ അതൊക്കെ നല്ലപോലെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്തായാലും. ആ സന്തോഷമാണ് നമ്മൾ കാക്ഷിക്കുന്നത് എന്നർത്ഥം. ഇനി അടുത്തതും നല്ല രസകരമായിട്ടുള്ള 2 ശ്ലോകങ്ങൾ, 14ഉം 15ഉം ശ്ലോകങ്ങൾ കൂടെ ചൊല്ലേണ്ടതാണ്. നമ്മൾ എങ്ങനെയാ സൃഷ്ടിക്കപ്പെടുന്നത്. സമയം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ 13-ല് നിർത്താം. ആ ശ്ലോകങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ജനിച്ചത്, എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ഭാവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു 18ാമത്തെ അധ്യായത്തിൽ പിന്നെയും പ്രകൃതിയോട് നമ്മൾ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു എന്നും കൂടി പറയുമ്പോഴാണ് ഈ ലോകത്തോട് നമ്മൾ എങ്ങനെ, ഈ സമൃദ്ധിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സങ്കല്പങ്ങൾക്കും നമ്മൾ എങ്ങനെ പാത്രീഭൂമാവുന്നോ അതിനനുസരിച്ചിട്ട് ആ സന്തോഷം ബാക്കിയുള്ളവർക്ക് പങ്കുവെക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒരുപാട് നന്ദി ടിപേസി. ഇത്ര മനോഹരമായിട്ട് ഭഗവത്ഗീതയിലെ ഓരോ വരികളും ഇപ്പൊ വീണ്ടും വായിക്കുമ്പോൾ ഇതെല്ലാം ഓർമ്മ വരികയാണ്. ഇറിറ്റേഷൻ ടു മെഡിറ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളിൽ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. കർമ്മങ്ങളെ നമ്മൾ വിചാരിക്കും നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, ദ്രോഹം ചെയ്യുന്നില്ലല്ലോ, ആർക്കും ഒന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ ഇൻപുട്ട് നമ്മൾ എടുക്കുന്നതും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഒരു അബ്സോർബ് ചെയ്ത് നമ്മളൊരു തോട്ട് പോലും അനാവശ്യമായിട്ട് എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ ശ്ലോകങ്ങളിൽ നിന്ന് അങ്ങയുടെ വിശദീകരണത്തിൽ കൂടി മനസ്സിലായത്. ഒരുപാട് നന്ദി. അറിയാണ്ട് പറഞ്ഞു പോകുന്നു, ഞാൻ ഇതുവരെ പറയാത്തൊരു വാക്കാണ് ഇറിറ്റേഷൻ ടു മെഡിറ്റേഷൻ. അത് ഭഗവാൻ തന്നെ കൊണ്ട് തന്നതുപോലെയാണ്.